ഈ വേരില്ലാത്തതുകൊണ്ട് ഉപരിപ്ലവമായ ഭക്തിയാണ്, പുറമേ കാണിക്കുന്ന ഷോയാണ്. ഞാനിപ്പോൾ 37 വർഷമായി മാർത്തോമാ സഭയിൽ അച്ഛനായിട്ട്. എൻ്റെ പഠനകാലം കൂടെ ചേർത്താൽ 40 വർഷമായി. ഈ 40 വർഷം മുമ്പുണ്ടായിരുന്ന ഭക്തിയല്ല ഇപ്പോഴത്തെ ഭക്തി. ഞാൻ എവിടെ പോയാലും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ അമ്മ ഓർത്തഡോക്സിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ എൻ്റെ അമ്മ വന്ന് ഞങ്ങളുടെ പള്ളിയിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ സേവ്യാ സംഘത്തിൻ്റെയൊക്കെ സജീവ പ്രവർത്തകയായി എൻ്റെ അമ്മ. 97-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. ഞാനും പ്രീ ഡിഗ്രി വരെ സേവ്യാ സംഘത്തിൻ്റെ മെമ്പറായിരുന്നു. ഞങ്ങളുടെ സ്ത്രീജന സമാജത്തിൻ്റെ പേരാത്. നിങ്ങൾ വിചാരിക്കും ഈ അച്ഛൻ അന്ന് എന്താ പെണ്ണുമല്ലുമായിരുന്നു. അല്ലല്ല, ഞാൻ എൻ്റെ അമ്മയുടെ പുറകെ പോകുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ അന്നൊരു ഗുണമുണ്ട്. അന്ന് ഞങ്ങളുടെ നാട്ടിലെ പ്രാർത്ഥനാ കൂട്ടത്തിന് ചെന്നാൽ വല്ല പരിപ്പോടെയോ ഉഴുന്നുവടയോ വല്ല ചായയും പിന്നെ നെയ്യപ്പവും ഒക്കെ ഉണ്ടാക്കി കിട്ടും. അത് തിന്നേച്ച് നമ്മളെപ്പോഴെടുത്ത് മുറ്റത്തി ആടി പേരെ വലിഞ്ഞ് കയറി അങ്ങ് പോകും. അമ്മയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ അന്ന് വേറൊരു പ്രത്യേകതയുണ്ട്. അന്ന് 6 അമ്മച്ചിമാരെ വരത്തുള്ളായിരുന്നു സേവ്യാ സംഘത്തിന്. 2 എണ്ണത്തിന് കണ്ണ് കാണത്തില്ല, 2 എണ്ണത്തിന് ചെവി കേൾക്കുകയല്ല. മറ്റേ 2 കൂടി ഇരുന്ന് തുടങ്ങും. എന്നോടുള്ള ഇതായിരുന്നു പണ്ടത്തെ സേവ്യാ സംഘം. ഇപ്പം അങ്ങനൊന്നുമല്ല. നോക്കി ഇരിക്കുന്ന കണ്ടില്ലേ, 10-100 അമ്മാമ്മമാര് ഒരുങ്ങി വരും. സിബുള്ള വേദോസം കൊണ്ടാണ് വരുന്നത്. ഒന്നും പോകാതിരിക്കാനായി കൂട്ടിക്കെട്ടിയിട്ടുണ്ടാണ് വരുന്നത്. വന്നിരുന്ന് അങ്ങ് തുടങ്ങും. എന്തുവാ, തീ കത്തിക്കാം, നിന്നെ എല്ലാം കത്തിക്കും ദൈവം. കാരണം ഈ കത്തിയിലല്ലാതെ വേറെ യാതൊന്നുമില്ലാത്ത ആത്മീയതക്കാരാണ്. വന്നിരുന്നാൽ കൊണ്ട് ഞങ്ങൾ കത്തീരാ, ഭയങ്കര മൂപ്പീരാണ്. ഇപ്പോഴത്തെ ആധ്യാത്മികയുടെ കുഴപ്പം എന്താണെന്ന് പറയുക, വേരില്ല. ചുമ്മാ ഇങ്ങനെ പുറമെ ഷോ കാണിക്കുകയാണ്. ഉപരിപ്ലവമായ ആധ്യാത്മികത. നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് വേരിറങ്ങി ആത്മീയതക്കാരായിരുന്നു അവർ. അവർക്ക് ഈ ഷോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ വെറും ഷോയാണ്, വെറും ഷോയാണ്. യേശു കർത്താവ് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കഥയാണെന്ന് ഓർത്തോണം. ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിൽ ഒരു കൂട്ടം ആളുകൾ വേരിറങ്ങാത്ത വർഗമാണ്. വേരിറങ്ങാത്തത് കൊണ്ട് ഒരിക്കൽ പോലും ഫലം ഉണ്ടാവില്ല. കാരണം വെടിവെച്ച പൊട്ടാത്ത പാറയാണ് അകത്തിരിക്കുന്നത്. ഈ പാട്ട് പോലും അങ്ങ് മാറിപ്പോയി ഇല്ലേ? പണ്ടത്തെ പാട്ടൊന്നുമല്ല. ഞങ്ങളൊക്കെ അച്ഛനായ കാലത്തൊക്കെ പാടുന്ന പാട്ട്, ഞാനും പണ്ട് കൊയറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പാടുമായിരുന്നു. ഇപ്പോൾ പാട്ടൊന്നുമില്ല. ഇന്നും രാത്രി ഇങ്ങനെ കിടന്ന് അലക്കിയല്ലേ, എവിടെ പോയി പാട്ട് പാടാൻ? അതുകൊണ്ട് അന്നത്തെ പാട്ടുകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പാടിയ പാട്ട് നിങ്ങളും പാടുമെന്ന് എനിക്കറിയാം. സ്നേഹമില്ലാത്തിടങ്ങളിൽ സ്നേഹം പകരാൻ മനസ്സു തരൂ, നിന്ദിതരെ പീഡിതരെ പരിപാലിക്കാൻ കൃപയരുളൂ. ഈ പാട്ടറിയാവുന്ന ഒത്തിരി പേര് ഇരിപ്പുണ്ട്. ഈ പാട്ട് പാടിയിട്ട് എത്ര കാലമായി? ഇപ്പൊ പാടാറില്ല. കാരണം സ്നേഹമില്ലാത്തിടത്ത് സ്നേഹം പകരം മനസ്സില്ല. പിന്നെ ഇതിനാ പാടുന്നത്? നിന്ദിതരെയും പീഡിതരെയും പരിപാലിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് ഇത് പാടാതിരിക്കുമല്ലോ നല്ലത്. അവരെ ഇപ്പത്തെ പാട്ടെന്തുവാ, മുട്ടോളമല്ല നിന്റെ ഉച്ച വരെ തരും. കാരണം ഇതല്ലാതെ വേറെ ഒന്നുമില്ലാത്ത ആധ്യാത്മികതയാണ്. വേര് താഴോട്ട് ഇറങ്ങുകയില്ല, ചുമ്മാ ഷോ കാണിക്കുകയാണ്. ഭയങ്കര ഭക്തരാണ്. പക്ഷെ യേശു കർത്താവ് പറഞ്ഞു, നിന്റെ ഈ ഷോ അല്ലാതെ നിന്റെ വേര് താഴോട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നീ ശരിയായ ആത്മീയതക്കാരിയല്ല. എന്തോ ഒരു ഷോയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ കാര്യം എന്ന് മനസ്സിലായോ? അകത്തെ കരിമ്പാറയാണ്. പണ്ട് കൺവെൻഷനൊക്കെ ചെല്ലുമ്പോൾ എല്ലായിടത്തും കേൾക്കാവുന്ന ചില പാട്ടുകളുണ്ടായിരുന്നു. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും മെഴുകു പോലുരുക്കണമേ. ഇപ്പൊ പാടുവോ? പാടും. കരിമ്പാറയും വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഭക്തി എന്ന് പറയുന്നത് അധര വ്യായാമമാണ്. മാറിയിരിക്കുന്ന ഒരു കാലമാണ്. ഞാനൊരു വാക്ക് ഒരു കൊച്ചു വാചകം പറയാം. ഇഫ് യു ആർ നോട്ട് ഡീപ്പ് റൂട്ടഡ് യു വിൽ ബി അപ്റൂട്ടഡ്. വേര് താഴോട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നീ മറിഞ്ഞു വീഴും. ഈ ഷോ കാണിച്ചുകൊണ്ട് നടന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ ഈ പടിഞ്ഞാറൻ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്ത ആളാണ്. പടിഞ്ഞാറ് വേമ്പനാട്ട് കായലും അവിടുത്തെ കായൽ പ്രദേശങ്ങളിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആഫ്രിക്കൻ പായൽ എന്ന് പറഞ്ഞൊരു പായലുണ്ട് അവിടെ. ആ പായൽ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുകയാണ്. രാവിലെ നോക്കുമ്പോൾ തലവടി കാണും ഈ പായൽ, പിറ്റേ ദിവസം നോക്കുമ്പോൾ ആലപ്പുഴ കിടക്കുന്നതാണ്. ഈ സൈസ് കുറേ എണ്ണമുണ്ട്. ഈ ഷോയും കാണിച്ച് അങ്ങ് നടക്കുക. വേര് തേരോട്ടിറങ്ങാത്തത് കൊണ്ട് ഓരോ പാർട്ടികളെ കണ്ടാൽ പറഞ്ഞു, ഇപ്പം എവിടെ ഞാൻ കത്തോലിക്കപ്പള്ളിയിൽ ആയിരുന്നു, ഇപ്പം പിന്നെ എവിടെ വേരില്ലാത്തതുകൊണ്ട് ഒഴുകി വേറെ ഒരിടത്ത് അങ്ങ് പോയി. ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ ആയിരിക്കുന്ന ലോക സാഹചര്യങ്ങളിൽ വേരുണ്ടെങ്കിലേ ഫലം ഉണ്ടാവും. റൂട്ട്
റൂട്ടില്ലെങ്കിൽ ഫ്രൂട്ടില്ല. സിമ്പിളാണ് കാര്യം. മനുഷ്യനെ കാണിക്കാൻ വേണ്ടിയുള്ള ഭക്തിയും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. പുറമേ ഒരല്പം മണ്ണുണ്ട്, ഒരല്പം മണ്ണ്, പക്ഷെ അകം മുഴുവൻ കരിമ്പാറയാണ്, വെട്ടിവെച്ച പൊട്ടാത്ത പാറയാണ്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. സ്വന്തം അപ്പനും അമ്മയ്ക്കും പച്ചവെള്ളം കൊടുക്കാത്തവള് 4 ഗ്ലോറി പറഞ്ഞിട്ട് എന്നാ കാര്യം? നിന്റെ ആത്മീയതയ്ക്ക് എന്നാ ഗുണം? പോയി ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നേച്ച് നല്ല ട്യൂണിൽ ഗ്ലോറി ഹല്ലേലൂയ പറഞ്ഞേച്ച് അമ്മായിയമ്മയ്ക്ക് പച്ചവെള്ളം കൊടുക്കാത്തവള് എന്തോ ഭക്തയാണ്. കാരണം നിന്റെ വേര് താഴോട്ട് ഇറങ്ങിയിട്ടില്ല. ഷോ കാണിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇങ്ങനെയുള്ള ഭക്തിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുന്നത്. ആ വാചകം 2 കൊച്ചു വാക്കുകളോട് പറയാം. പറച്ചിലുകാരല്ല, ചെയ്ത്തുകാരെയാണ് ദൈവം നോക്കുന്നത്. വാചകം അടിക്കുന്നവനെ അല്ല, പിന്നെ ചെയ്ത് കാണിക്കുന്നവനാണ് ദൈവം മാനിക്കുന്നത്. നമ്മുടെ ഭക്തി വെറുതെ പുറമേയുള്ള ഭക്തിയല്ലേ, വെറുതെ ഷോ കാണിക്കാനുള്ള ഭക്തിയല്ലേ. ഈ ഭക്തി നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഉള്ളിലേക്ക് വേര് ചെന്നിട്ടുണ്ടോ? വളരെ കാര്യമായിട്ട് നമ്മൾ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, ഉപരിപ്ലവങ്ങളായ ഭക്തി പ്രകടനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഫലമുള്ളതല്ല എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. വേര് ഇറങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണ് വേര് ഇറങ്ങാത്തത്? കരിമ്പാറയാണ്. ഇതൊന്ന് പൊട്ടിക്കാത്തിടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ ഈ ആത്മീയതയുടെ വേരിറങ്ങത്തുമില്ല, ഒരു ഫലവും ഒട്ടുണ്ടാവത്തുമില്ല. ഈ ഗ്രൂപ്പിലുള്ളവർ കയറി നിന്നാണ്. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ഈ ഉപരിപ്ലവമായ വാക്കുകളിലൂടെ മനുഷ്യനെ തറ പറ്റിക്കാൻ നടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇന്നസെന്റ് എന്ന് പറയുന്ന മനുഷ്യനെ അറിയാമല്ലോ അല്ലേ? ഇന്നസെന്റ് നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു മനുഷ്യൻ, ഇരിങ്ങാലക്കുടക്കാരനാണെന്ന് അറിയാമല്ലോ. അദ്ദേഹം MP ആയിരുന്നാണ്. ഞാനന്ന് ഡൽഹിയിൽ ജെറുസലേം ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലമാണ്. അദ്ദേഹത്തിന് ക്യാൻസറായി. അദ്ദേഹം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അഡ്മിറ്റായ ഒരു കാലം. ആദ്യത്തെ പ്രാവശ്യം ക്യാൻസർ വന്നപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ ആലീസിനും ക്യാൻസറാണ് എന്ന് ഡയഗ്നോസ് ചെയ്തു. ഒരു വീട്ടിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ക്യാൻസറാണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടാകാത്ത ദുഃഖം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം ഇരിങ്ങാലക്കുട മുമ്പിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ക്യാൻസർ വാർഡിലെ ചിരി എന്നാണ് ആ പുസ്തകം. അത് നിങ്ങൾ സൗകര്യമുള്ളത് വായിച്ച് വാങ്ങിക്കണം. കാരണം നമ്മളെയൊക്കെ ഒരുപാട് ബലപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ മുഴുവൻ, ആ ക്യാൻസർ കാലത്തെ ജീവിതാനുഭവങ്ങൾ മുഴുവൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്നസെന്റ് പറയുന്ന രസകരമായൊരു അനുഭവമുണ്ട്. അദ്ദേഹം ക്യാൻസർ ബാധിതനായി, ഭാര്യയ്ക്കും ക്യാൻസറാണെന്നറിഞ്ഞ് വീടിൻ്റെ വരാന്തയിൽ ചാരുകസേരയെ കിടക്കുകയാണ്. അപ്പോൾ ഒരു സുന്ദരനും സുന്ദരിയും കൂടെ കയറി വരുന്നു. വന്നിട്ട് ഇന്നസെന്റ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അതെ, ദൈവദാസന്. ആരാ? ഇന്നസെന്റിനെയാ. പുള്ളി പറഞ്ഞ് ഞാനങ്ങ് ഞെട്ടിപ്പോയെന്നാ. ദൈവദാസന് സുഖമില്ലെന്ന് ഇന്നലെ രാത്രി ആത്മാവ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. അപ്പോൾ എവിടുന്ന് വരിക? എങ്ങോട്ട് പോകുന്നു വരികയാണ്. എന്തിനാണെന്നറിയാമോ? ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. നല്ല മൂത്ത കത്തോലിക്കനാണ് അദ്ദേഹം, 1-ാം തരം കത്തോലിക്കൻ. പിന്നെ അദ്ദേഹത്തിന് തമാശ അറിയാമല്ലോ. അദ്ദേഹം ചോദിച്ചു, പെട്ടെന്നൊരു ചോദിച്ചു, നമ്മുടെ അടുത്തെങ്ങാണ് ഇതുപോലെ 2 പേര് വന്നാൽ നമ്മളെന്ന് പറയും, അയ്യോ ആണോ, ഇന്നലെ പരിശുദ്ധാത്മാവ് വന്നായിരുന്നോ? ഉടനെ അവൻ്റെ കൂടെ ഇറങ്ങി അങ്ങ് പോവും. പക്ഷെ ഇന്നസെന്റ് ഒറ്റ ചോദ്യം ചോദിച്ചു, ഇന്നലെ എപ്പോഴാ യേശു അപ്പച്ചൻ നിങ്ങളുടെ അടുത്ത് വന്നേ? ആ ചോദ്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ കൂടെ വന്ന ഭാര്യ മിടുക്കി ആയതുകൊണ്ട് ഒരു വാചകം, ഇന്നലെ 8 മണിക്കാണ് വന്നേ. ഇന്നസെന്റ് ഒറ്റ ചിരിയാണ്. നിങ്ങൾ പറഞ്ഞത് പച്ചക്കള. കാരണം ഇന്നലെ 8 മണിക്ക് യേശു അപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ നിന്റെ അടുത്ത് എവിടെ വന്നേ? ഇത് ചോദിക്കാൻ തൻ്റെ ഇടമുള്ള ഒരുത്തൻ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ ആരും അടിച്ചുകൊണ്ട് പോകത്തില്ല. കാരണം ഈ യേശു എൻ്റെ ദുഃഖത്തിലും പ്രയാസത്തിലും എൻ്റെ കൂടെ ഇരിക്കുന്നവനാണെന്ന് ബോധമുള്ളവനെ വേറെ ഒരുത്തനും വന്ന് പറ്റിക്കാൻ പറ്റുകയില്ല. ഈ വേര് താഴോട്ട് ഇറങ്ങാത്തത് കൊണ്ടാണ് എന്താണ് ഇങ്ങനെ പറയാനുള്ള ധൈര്യമില്ലാത്തത്. ഇപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രശ്നം അതല്ലേ പ്രിയപ്പെട്ടവരെ? ഇങ്ങനെ വരുന്നവരൊക്കെ ദൈവവചനത്തെ കൂട്ടിയേർക്കുന്നവരാണെന്ന് ഓർത്തോണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങളൊന്നും ദൈവവചനത്തെ കൂട്ടിയേർക്കുന്ന ആളുകളല്ല, ദൈവവചനം അതുപോലെ പ്രസംഗിക്കുന്നവരാണ്. ഈ ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്, നിനക്ക് എന്ത് ദുഃഖം ഉണ്ടായാലും, എന്ത് പ്രയാസം ഉണ്ടായാലും, നിന്റെ മനസ്സ് തകർന്നാലും ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. നിന്റെ മനസ്സ് തകർന്നോ, നീ ദൈവത്തോട് പറ, ദൈവം നിന്റെ കൂടെ ഉണ്ടാവും. അതിന് വേറൊരാളുടെ റെക്കമെൻഡേഷൻ ഒന്നും ആവശ്യമില്ല. അത് നിനക്ക് ഉറപ്പുണ്ടായിരിക്കണം. അപ്പോഴാണ് വേരുള്ള ആധ്യാത്മികത നമുക്കുണ്ടാവുന്നത്.